ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2021 പുറത്തിറങ്ങിയ നോബഡി എന്ന് പറയുന്ന ഒരു ആക്ഷൻ സിനിമയുമായിട്ടാണ്. സിനിമയിലെ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ത്രസിപ്പിക്കുന്ന ഈ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ആക്ഷൻ എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കഥ എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ പരിക്കുകളോടെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഷർട്ടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ പൂച്ചയെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ രണ്ടുപേരിയ്ക്കുന്നുണ്ട്. ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് പോലീസുകാരാണെന്ന് തോന്നുന്നു. അവർ നായകനോട് പേരെന്താണെന്ന് ചോദിക്കുന്നു. അത് കേട്ട് നായകൻ ചിന്തിച്ചിരിക്കുന്നിടത്ത് നോബഡി എന്ന് ടൈറ്റിൽ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ ആരംഭിക്കുന്നു. തുടർന്ന് നമ്മുടെ ഹീറോയുടെ ദിനചര്യ കാണിക്കുന്നു. രാവിലെ എഴുന്നേൽക്കും, എക്സസൈസ് ചെയ്യും, ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരും, കിടന്നുറങ്ങും. ഇതുതന്നെയാണ് ആഴ്ചയിൽ 6 ദിവസവും നടക്കുന്നത്. സൺഡേ ഒരു ദിവസം ഒഴിച്ച്. നായകൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ്. ഒരു ചെറുക്കനും ഒരു കൊച്ചു പെണ്ണും. ഇങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി തൻ്റെ വീട്ടിൽ ആരോ കയറിയിരിക്കുന്നതായിട്ട് നായകന് തോന്നുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ 2 കള്ളന്മാർ വീട്ടിൽ കയറിയിരിക്കുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിലൊരു ഗോൾഫ് സ്റ്റിക്കും പിടിച്ചിട്ട് പോലീസിനെ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് നായകൻ ശ്രമിക്കുന്നു. ആ 2 പേരിൽ ഒരാൾ പെണ്ണായിരുന്നു. പെട്ടെന്ന് അവള് തോക്ക് ചൂണ്ടി നായകനെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. പറ, ക്യാഷൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഒന്നും ഉപദ്രവിക്കാതെ ക്യാഷ് മാത്രം എടുത്തിട്ട് നമ്മൾ പോകും. പക്ഷേ അതിൻ്റെ ഇടയിൽ അതിബുദ്ധി കാണിക്കാൻ നിന്നാൽ നിങ്ങളെ ഞങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടി വരും എന്ന് ആ പെണ്ണ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ നായകൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പണം മാത്രം കാണിച്ചു കൊടുക്കുന്നു. മുഴുവൻ പണവും ഞങ്ങൾക്ക് വേണം, അതെവിടെയാണുള്ളത്? അത് ബാങ്കിലാണുള്ളത് എന്ന് നായകൻ മറുപടി പറയുന്നു. ഈ സമയം ആ പെണ്ണ് നായകൻ്റെ കയ്യിലുള്ള വാച്ച് കാണുന്നു. ആ വാച്ച് അഴിച്ചു തരാൻ അവൾ പറയുന്നു. നായകൻ പറ്റൂല എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ഗണ്ണ് ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തി ആ വാച്ച് അഴിച്ചു വാങ്ങുന്നു. ആ സമയത്ത് ആ ലേഡിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടാറ്റു നമ്മുടെ നായകൻ ശ്രദ്ധിക്കുന്നു. ഈ പെണ്ണ് നമ്മുടെ നായകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ കള്ളനെ നമ്മുടെ നായകൻ്റെ മകൻ പിടിച്ച് 2 പൊട്ടിക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നായകനെ വിട്ടിട്ട് അവളും അവരുടെ അടുത്തേക്ക് പോകുന്നു. ആ ചെക്കനാണെങ്കിൽ അച്ഛാ വേഗം വാ, വന്ന് ഇവരെ അടിച്ചോടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നായകൻ കയ്യിലുള്ള ഗോൾഫ് സ്റ്റിക്ക് എടുത്തിട്ട് അവർക്കിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓങ്ങി വീശി ഓങ്ങുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ ചിന്തിച്ചിട്ട് ആ ഗോൾഫ് സ്റ്റിക്ക് പതിയെ താഴേക്കിടുന്നു. എന്നിട്ട് എൻ്റെ മോനെ വീട്, ഞാൻ നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്, അത് ഞാൻ തരാമെന്നും പറഞ്ഞ് അവരോട് കെഞ്ചുന്നു. അപ്പോഴേക്കും ഹീറോയുടെ ഭാര്യയും എഴുന്നേൽക്കുന്നു. അവളും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പോക്കോളൂ, നമ്മളെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ കക്കാൻ വന്ന 2 പേരും അവർക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നു. അപ്പോഴേക്കും പോലീസുകാരൊക്കെ എത്തുന്നു, ആൾക്കാരൊക്കെ കൂടുന്നു. നായകനാണെങ്കിൽ ഒരു വശത്ത് നിന്ന് ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണ്. എനിക്ക് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാൻ എന്തെങ്കിലും എടുത്തു ചാടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഇവരെ ആക്രമിച്ചേനെ എന്നൊക്കെ ചിന്തിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നായകനോട് പറയും, ചുമരിലുള്ള ഒരു പലക അടിച്ചുടച്ചിട്ടാണ് അവർ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്, അത് നന്നായിട്ട് സേഫായിട്ട് അടച്ചോളൂ, അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പോലീസുകാരൻ പറയുന്നു. നിങ്ങൾ ചെയ്തത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളുടെ കുടുംബത്തെ ആക്രമിച്ചേനെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കാര്യം തന്നെയാണ് വളരെ നല്ലത് എന്ന് നായകനെ പ്രശംസിച്ചിട്ട് അവരവിടെ നിന്നും പോകുന്നു. ഈ അടിപിടിയുടെ ഇടയിൽ നമ്മുടെ നായകൻ്റെ മകൻ്റെ കണ്ണിന് പരിക്കേൽക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയുടെ മകൻ തനിക്കൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടെന്നും അതിന് അച്ഛൻ്റെ ഹെൽപ്പ് വേണമെന്നും ഐഡിയാസ് നൽകണമെന്നും പറയുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയും, അയ്യോ എനിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ അങ്കിൾ ഉണ്ടല്ലോ ചാർലി, അവനോട് പോയി ചോദിക്കുക, അവനാണെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു തരികയും നിന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ പയ്യൻ അവിടെ നിന്നും പുറപ്പെടുന്നു. മകളും സ്കൂളിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ അയൽക്കാരൊക്കെ ഇവരെ കണ്ടിട്ട് ചെറുതായിട്ട് കളിയാക്കാനൊക്കെ തുടങ്ങി. എൻ്റെ വീട്ടിലാണ് കള്ളന്മാർ ഇതുപോലെ വന്നിരുന്നെങ്കിൽ ഞാൻ അവരെ എടുത്തിട്ട് അടിച്ച് പെരുക്കിയേനെ, നിങ്ങളായതുകൊണ്ടാണ് വെറുതെ വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെക്കനെയും നായകനെയൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടപ്പോഴേക്കും നായകന് ഒരു ചെറിയ വിഷമൊക്കെ തോന്നി തുടങ്ങി. എൻ്റെ മകനെ അടിച്ചു, വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഓരോ അലമ്പൊക്കെ കാണിച്ചു, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ വാച്ച് എടുത്തുകൊണ്ട് പോയി, ശരിക്കും ഞാൻ അവരെ അടിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോ നേരെ ഓഫീസിലേക്ക് വരുന്നു. ഹീറോയുടെ അളിയനുണ്ട് ചാർലി. ഈ ചാർലിയെ പറ്റിയാണ് നേരത്തെ അവർ വീട്ടിലിരുന്ന് സംസാരിച്ചത്. അവനും അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പുള്ളിക്കാരനും നമ്മുടെ നായകനായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീക്ക് എന്തുവാഴേ, വീട്ടിൽ കള്ളന്മാർ കയറി വന്നിട്ട് അവരോട് കെഞ്ചിയിരിക്കുന്നു, സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്തു, എന്തിനാണ് നീയൊക്കെ ജീവിക്കുന്നത്? ഞാൻ അറിഞ്ഞത് നിന്റെ മോൻ പോലും ഒരുത്തനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ, നീ ഇത്രയും പ്രായമായതുകൊണ്ടായിരിക്കും അല്ലേ, ഏതായാലും നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ തോക്ക് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തോക്കെടുത്ത് നായകൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. അവിടെ തന്നെ
ജോലി ചെയ്യുന്ന ഒരു ഉരുണ്ട മൊട്ടത്തലയൻ നായകന് സപ്പോർട്ടായിട്ട് പറയുന്നു, ഇതൊക്കെ വീട്, ഇങ്ങനെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാം കുടുംബത്തെ സംരക്ഷിക്കേണ്ട ആ ഒരു ബാധ്യത എത്രമാത്രമാണെന്ന്. നീ അതുകൊണ്ടായിരിക്കും അങ്ങനെ അവരോട് കെഞ്ചിയതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും എന്ന് അയാൾ പറയുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ സമൂഹത്തിന്റെ അവസ്ഥ. നമ്മുടെ നായകൻ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യം എല്ലാവരും കൂടി കുത്തി 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 ചൊറിഞ്ഞു വലുതാക്കുന്ന കണ്ടോ? നമുക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലായിരിക്കും അല്ലേ? അതിപ്പം കേരളത്തിലായാലും ഇന്ത്യയിലായാലും അങ്ങ് വിദേശത്തായാലും. അതിനുശേഷം നമ്മുടെ ഹീറോ ഒരു ഓഫീസിലേക്ക് വരുന്നു. അലമാറയിൽ ഒരു ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു. അത് തുറന്ന് അതിനുള്ളിലുള്ള ഇൻസ്ട്രുമെന്റ് വഴി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളും സംസാരിക്കുന്നത് ഇന്നലെ ഹീറോയുടെ വീട്ടിൽ നടന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. അവർ എത്ര പേരുണ്ടായിരുന്നു എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയും 2 പേർ മാത്രമായിരുന്നു. അവരുടെ കയ്യിലുള്ള തോക്കിന്റെ മോഡൽ കൂടി ഹീറോ പറയുന്നു. പിന്നെന്ത് പറ്റി അവരൊന്നും ചെയ്യാതിരുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയും അവരുടെ കയ്യിൽ തോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുള്ളിൽ ഉണ്ടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് പണം മാത്രമാണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നത്. അതോടെ ആ സീൻ അവിടെ കട്ടാവുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. പുള്ളിക്കാരനാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുന്നിട്ട് ജോളിയായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണ് താമസം എന്ന് തോന്നുന്നു. ഹീറോ ഇടക്കിടക്ക് വന്ന് പുള്ളിയെ കണ്ട് സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇപ്പോൾ അച്ഛന് ഫുഡൊക്കെ പാകം ചെയ്ത് കൊടുത്ത് അച്ഛനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നായകൻ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പഴയ ഫോട്ടോയാണ്. നായകന്റെ അച്ഛൻ നായകനെയും പിന്നെ ഒരു കറുത്ത കുട്ടിയെയും പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് നായകൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ചോദിക്കും, മോനെ നിനക്ക് ആ ഫോട്ടോ ഓർമ്മയുണ്ടോടാ? നായകൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയിൽ ആ കൊച്ചു പെണ്ണില്ലേ, അവള് നായകനോട് ചോദിക്കും, അച്ഛാ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൂച്ചയെ കാണാനില്ല, ഇനി ആ കള്ളന്മാരെങ്ങാൻ അതും കൊണ്ടുപോയോ? നമ്മുടെ നായകനാകെ ദേഷ്യം വരും. അവൻ വേഗം വാതിലും കുട്ടിയടച്ച് റൂമിലേക്ക് പോകും. പിന്നീട് നായകൻ വീണ്ടും അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. പുള്ളിക്കാരൻ പണ്ടെന്തോ CBI-ലൊക്കെയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ID കാർഡും ഗണ്ണും ഒക്കെ എടുത്ത് അരയിൽ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് നമ്മുടെ നായകൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരും. എന്താ മോനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛാ, അത് തീർക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറയും. എന്നാൽ പെട്ടെന്നങ്ങ് തീർത്തേക്കണമെന്ന് ഹീറോയുടെ അച്ഛനും പറയുന്നു. ശേഷം ഹീറോ അവിടെ നിന്നും പോകുന്നു. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയ പെണ്ണില്ലേ, അവളുടെ കയ്യിലൊരു ടാറ്റു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ടാറ്റു അന്വേഷിച്ച് നടക്കുകയാണ്. ഏതൊക്കെ കടകളിൽ ടാറ്റു ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ പോയിട്ട് ആ ടാറ്റു ചോദിക്കുകയും ആ പെണ്ണിനെ പറ്റി ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഒരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള CBI-യുടെ ID കാർഡില്ലേ അത് കാണിക്കുന്നു. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നത് ഇതൊക്കെ എക്സ്പയർ ആയിട്ട് 10-20 കൊല്ലമായി മോനെ, നീ വേറെ വല്ലതും ഉണ്ടെങ്കിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരും ബോഡി ഗാർഡും ഒക്കെ ഇദ്ദേഹത്തിന് വളഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ കയ്യിലുണ്ടായിരുന്ന കുറേ പൈസ എടുത്ത് അവരെ കാണിച്ചിട്ട്, ഞാൻ അന്വേഷിച്ചു വന്നത് ഈ ടാറ്റു പതിപ്പിച്ച ഒരു പെണ്ണിനെയാണ്, അവളെപ്പറ്റി വല്ലതും അറിയോ എന്ന് അവരോട് ചോദിക്കുന്നു. പക്ഷെ അവരൊക്കെ നായകനെ വളഞ്ഞുകൂടി തല്ലാനുള്ള ഒരു പ്ലാനിലാണ്. ആ സമയത്ത് അവരിൽ ഒരാൾ നായകന്റെ കയ്യിൽ ഒരു ടാറ്റു പതിച്ചിരിക്കുന്നത് കാണുന്നു. ആ ടാറ്റു കണ്ട ഉടനെ അയാൾക്ക് എവിടെ നിന്നാണെന്നറിയില്ല ഭയങ്കരമായിട്ട് പേടി വന്നു. അയാൾ എന്ത് ചെയ്തു എന്നറിയോ? നേരെ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് ലോക്ക് ചെയ്യുന്നു. എത്രയാ ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം അത് ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉണ്ടായിരുന്ന ഒരു ജനൽ പോലെ ഒരു ചെറിയ വിൻഡോ ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങ് അടച്ചിട്ട് അതിനുള്ളിലേക്ക് അങ്ങ് പോകുന്നു. ഇത് കണ്ടതോടെ അവിടെ നിന്നിരിക്കുന്ന എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഇതെന്താ സംഭവം എന്ന് ഒരു പിടിയുമില്ല. ഇപ്പൊ നമ്മുടെ ഹീറോ അവരോട് ആ പെണ്ണ് എവിടെയാണെന്ന് ചോദിക്കുന്നു. അവരും പേടിച്ചിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. ഹീറോ നേരെ ആ അഡ്രസ്സിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന മുട്ടത്തലേനെ ഒരൊറ്റ അടി, എന്നിട്ട് തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് എവിടെ എൻ്റെ വാച്ച് എന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഭാര്യ പേടിച്ച് വിറച്ച് അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അഴിച്ചു കൊടുക്കുന്നു. ഹീറോ അവരെ കൊന്നേക്കാന്നുള്ള പ്ലാനോട് കൂടി തന്നെയാണ് വന്നതെന്ന് തോന്നുന്നു. തോക്ക് ചൂണ്ടി ആ മുട്ടയെ കൊല്ലാൻ നോക്കുന്നതിനിടയിൽ ആ മുട്ട കിടന്ന് നിലവിളിക്കുന്നു, അവൻ്റെ ഭാര്യ കിടന്ന് നിലവിളിക്കുന്നു. അതിനിടയിൽ അവിടെ ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ നമ്മുടെ നായകൻ കേൾക്കുന്നു. നോക്കുമ്പോൾ അവർക്കൊരു കൊച്ചു കുട്ടിയുണ്ട്. ആ കൊച്ചു കുട്ടിക്കാണെങ്കിൽ എന്തോ അസുഖബാധിതനാണ്. അവർ മോഷ്ടിക്കുന്നത് മുഴുവൻ ആ കുഞ്ഞിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അത് കണ്ടപ്പോൾ നായകൻ അവരെ വെറുതെ വിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവരോടുള്ള ദേഷ്യം മുഴുവൻ ചുമരിലേക്ക് ഇടിച്ചു തീർക്കുന്നു. ആ ചുമരിൽ ചന്നം പിന്നെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. കൈ മുഴുവൻ മുറിഞ്ഞിട്ടും അവൻ ഇടി നിർത്തിയില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറേ അപരാധി പിള്ളേർ ഒരു ജീപ്പിൽ നിന്നും പുറത്തിറങ്ങി ആ ബസ്സിലേക്ക് കയറിയിട്ട് അതിനുള്ളിലുണ്ടായിരുന്ന ഒരു പെണ്ണിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു. നമ്മുടെ ഹീറോയുടെ ബ്ലഡ് തിളയ്ക്കാൻ തുടങ്ങി. ആ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറെ കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കും മോളേന്നും പറഞ്ഞിട്ട് ഇറക്കി വിടുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ അവൻ്റെ വെറിത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു. പുള്ളിക്കാരന് ഏകദേശം 50 വയസ്സുണ്ട് കേട്ടോ. പിന്നീട് നടന്നത് ചരിത്രം എന്ന് പറയേണ്ടി വരും. നിങ്ങൾ കണ്ടു നോക്ക്.
അടിച്ച അടിയിൽ അതിലൊരുത്തൻ കോമ സ്റ്റേജിന്റെ വാതിക്കൽ വരെ എത്തി. അവനിപ്പോൾ ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. നായകൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൽ ചെറിയൊരു ഓട്ടയിട്ടിട്ട് ഒരു സ്ട്രോ അതിലേക്ക് ഇറക്കി വെച്ചു. ഇപ്പോൾ അവന് ചെറുതായിട്ട് ശ്വാസം എടുക്കാം. അങ്ങനെ ഹീറോ ആ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ആ ഡ്രൈവറോട് പറയും, സോറി കുറച്ചധികം സമയമെടുത്ത് ക്ഷമിക്കണം. എന്നിട്ട് അവിടെ നിന്നും നടന്ന് നീങ്ങുന്നു. ഇപ്പോൾ ഹീറോ വീട്ടിലേക്ക് എത്തി. ആരും കാണാതെ നൈസായിട്ട് ബെഡ്റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ ഭാര്യ താഴേന്ന് വിളിക്കുന്നു. എവിടെ പോയിട്ട് വരുന്ന വരവാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ വെളിച്ചത്തിലേക്ക് വന്ന് നിൽക്കുന്നു. അവൻ്റെ മുഖത്തൊക്കെ പരിക്കുകൾ കാണാം. ഇന്ന് ദിവസം കുറച്ച് മോശമായിരുന്നു എന്ന് അദ്ദേഹം മറുപടി പറയുന്നു. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് ഭാര്യ പറഞ്ഞിട്ട് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് മുകളിൽ റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുറിവുകളിലെല്ലാം മരുന്ന് വെച്ചു കൊടുക്കുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ഒരു ഭയങ്കര പണക്കാരനെ പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തി വേഗത്തിൽ ഒരു ഹോട്ടലിലേക്ക് കയറി പോകുന്നതാണ്. അവിടെ ഒരു പാർട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇദ്ദേഹം അവിടെ ഇരിക്കുന്ന 2-3 പേരോടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഡീലിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ മറ്റു 2 പേര് ഇദ്ദേഹവുമായിട്ട് ഡീൽ ചെയ്യാൻ ചെറിയൊരു സംശയം പ്രകടിപ്പിക്കുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അവിടെ മേശയിലടിച്ച് പൊട്ടിച്ച് ആ പീസ് ഗ്ലാസ്സുമായിട്ട് പോയിട്ട് അവിടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനെ അടിച്ച് മുഖക്കെ കുത്തി കീറി അവന്റെ കഴുത്തറുത്ത് അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. എന്നിട്ട് മറ്റേ 2 പേരോടായിട്ട് ചോദിക്കുന്നു, ഇപ്പോ വിശ്വാസമായോ? അവരും വിശ്വാസമായി എന്ന് തലയാട്ടുന്നു.